മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സുഭാഷിതം 6:10 നമുക്ക് ധ്യാനിക്കാം. ദ ബുക്ക് ഓഫ് പ്രോവർബ്സ് ചാപ്റ്റർ 6 വേഴ്സ് 10. നമ്മളിങ്ങനെയാണ് കാണുക: കുറച്ചുകൂടി ഉറങ്ങാം, തെല്ലു നേരം കൂടി മയങ്ങാം, കയ്യും കെട്ടിയിരുന്ന് അല്പം കൂടി വിശ്രമിക്കാം. നരകത്തിൽ പിശാചുകൾ സമ്മേളനം ചേർന്നു. നന്മ ചെയ്ത് മനുഷ്യൻ പിശാചിൽ നിന്ന് അകന്നു പോകുന്നു. ഇതാണ് പ്രധാന ചിന്താവിഷയം. ലൂസിഫർ ആയിരുന്നു അധ്യക്ഷൻ. ഓരോ രാജ്യത്തെയും പ്രതികരിച്ച് ധാരാളം പിശാചുക്കൾ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ഒരു പിശാച് എണീറ്റ് നിന്ന് പറഞ്ഞു, മനുഷ്യരെ നരകത്തിലെത്തിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, ഈ പള്ളികളും ധ്യാന നിലയങ്ങളും തകർക്കണം. അപ്പോൾ വിശ്വാസികൾ നമ്മുടെ അടുത്തേക്ക് വരും. അത് ശരിയല്ല. വേറൊരു പിശാച് അഭിപ്രായം ഖണ്ഡിച്ചു. അവൻ തന്റെ വാദഗതികൾ നിരത്തി. നമ്മൾ പള്ളി തകർത്താൽ അവർ വേറെ പണിയും. പിന്നെ നമുക്ക് ഉള്ള അംഗങ്ങൾ കൂടി നഷ്ടപ്പെടും. മറ്റൊരു പിശാച് പറഞ്ഞു, അവരുടെ മതഗ്രന്ഥങ്ങൾ നശിപ്പിക്കണം. ഒരു കൂട്ടർ അത് നല്ല അഭിപ്രായമാണെന്ന് പറഞ്ഞു. എന്നാൽ ബുദ്ധിമാനായ സാത്താൻ പറഞ്ഞു, മതഗ്രന്ഥങ്ങൾ നാം നശിപ്പിച്ചാലും അവർ ഓർമ്മയിൽ മറ്റൊന്ന് എഴുതുവാനാണ് സാധ്യത. അതൊരുപക്ഷെ നമ്മെ കൂടെ മാനസാന്തരപ്പെടുന്ന രീതിയിലുള്ളതാണെങ്കിലോ? അത് ശരിയാണെന്ന് എല്ലാവർക്കും തോന്നി. പിന്നെ കുറെ നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. ഈ സമയം യോഗസ്ഥലത്ത് വികൃതി കാണിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിപ്പിശാച് എണീറ്റു. ആ പിശാച് തന്റെ സീറ്റിന്റെ തൊട്ടു മുമ്പിലിരുന്ന വയസ്സൻ പിശാചിന്റെ ശിരസിലെ കൊമ്പിൽ അയാൾ അറിയാതെ ഞാൻ മരമണ്ടൻ എന്ന ബോർഡ് എഴുതി തൂക്കിയിട്ടിരുന്നു. കുട്ടിപ്പിശാച് ഇളിച്ചുകൊണ്ട് എണീറ്റപ്പോൾ എല്ലാവരും പിന്നിലേക്ക് നോക്കി. വയസ്സൻ പിശാചിന്റെ തലയിൽ എഴുതിവെച്ച വാചകം വായിച്ച് കൂവിയാർത്ത് ചിരിച്ചു. കസേരയിൽ ആഞ്ഞിടിക്കുകയും കുറുക്കന്മാരെ പോലെ കൂവുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ടും വയസ്സൻ പിശാച് ഇതൊന്നും അറിഞ്ഞില്ല. ബഹളം ശമിപ്പിച്ചപ്പോൾ കുട്ടിപ്പിശാച് പറഞ്ഞു തുടങ്ങി, എല്ലാവരും എന്റെ കൂടെ നിൽക്കാമെങ്കിൽ ഞാനൊരു പണി പറ്റിക്കാം. മനുഷ്യർ ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല, ഉറപ്പ്. അതെന്ത് സൂത്രമാണെന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷ ആയി. കുട്ടിപ്പിശാച് തുടർന്നു, മനുഷ്യരോട് നമുക്ക് പറയണം, ഇന്ന് നിങ്ങൾ മാനസാന്തരപ്പെടേണ്ട, നാളെ ആവട്ടെ എന്ന്. ദിനവും ഇങ്ങനെ പറഞ്ഞാൽ മതി, അവർ ഒരിക്കലും മാനസാന്തരപ്പെടില്ല. നമ്മുടെ വിശ്വസ്തരായ അനുയായികളായി എന്നും തുടരുകയും ചെയ്യും. എല്ലാവരും കൈയടിച്ച് ആ അഭിപ്രായം അംഗീകരിച്ചു. അവർ കുട്ടിപ്പിശാചിനെ പൊക്കിയെടുത്ത് സ്റ്റേജിലെത്തിച്ചു. അന്ന് തീരുമാനിച്ച പ്രകാരം ഇന്നും പിശാചുകൾ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നു. അതെ, പഴമൊഴി പറയുന്ന പോലെ മടിയന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ്. അതിനിടെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിശ്വം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.